CMB തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പരിപാടിയിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. കാലത്തെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ, അവർ നാളെയെക്കുറിച്ചും ചിന്തിക്കണം. അല്ലെങ്കിൽ ക്രാന്തദർശിത്വമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സഹ്യപർവ്വതത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതകളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസനമാണ് ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് എന്ന് ഒരു അവബോധമുണ്ടാക്കുവാൻ ഈ ദുരന്തം ഇടയാക്കും എന്ന് പ്രത്യാശിക്കുന്നു. മരിച്ചവരോടെ ആ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുക എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. എന്തായാലും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും, സാമൂഹ്യമായ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ നാടിലെ എല്ലാ ഭരണ സംവിധാനങ്ങളും, കേന്ദ്രം മുതൽ സംസ്ഥാനവും പഞ്ചായത്തുകളുമെല്ലാം ഒരു മനുഷ്യനെ പോലെ ഒരു മനസ്സോടുകൂടി ഈ കാര്യങ്ങൾ ഇതിനെ രക്ഷിക്കാനായിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്, സംതൃപ്തിയുണ്ട്. എങ്കിലും ഇതൊരു തുടർക്കഥയാവുകയാണ്. നാട് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്നു. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട സമയമല്ല. രണ്ട് തരത്തിൽ, ഒന്ന് മനുഷ്യനിർമ്മിതമായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മനുഷ്യന് നിയന്ത്രണമില്ലാത്ത പ്രകൃതിയുടേതായ പ്രശ്നങ്ങൾ മറുഭാഗത്ത്. രണ്ടും ചേരുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. പ്രകൃതി സ്വയമേവ ചെയ്യുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്നത് എല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷേ നമുക്കവിടെ ചെയ്യാവുന്നത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ്. വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചത് കൊടും മഴയാണ്. 40 സെൻറ്റിമീറ്റർ മഴ ഒരു ദിവസം കൊണ്ട് പെയ്താൽ ഈ നിൽക്കുന്ന പാളയം ജംഗ്ഷൻ പോലും അവതാളത്തിലാകും എന്നറിയാം. അപ്പോൾ മലഞ്ചെരുവുകളിൽ ഇത്രയും സംഭവിച്ചതിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും അതിശയിക്കാനില്ല. അതുകൊണ്ട് നമ്മുടെ ആധുനിക ജീവിതം വളരെ ഒരു വെല്ലുവിളിയെ നേരിടുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുകയും നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക എന്ന പ്രതിജ്ഞ മാത്രമാണ് നമുക്ക് ഈ സമയത്ത് എടുക്കാനുള്ളത്. എത്ര പേർ മരിച്ചു എന്ന് കണക്കാക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. അതിൻ്റെ ഫലമായി എത്ര പേർക്ക് വസ്തുവകൾ നഷ്ടപ്പെട്ടു, വസ്തുക്കളൊന്നും ഇല്ലാതായി. നമ്മുടെ എല്ലാം ചിന്തകളെ വളരെയധികം മാറ്റിമറിക്കുന്ന ഒരു ദുരന്തമാണ്. എനിക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്, എനിക്ക് 4 ഏക്കർ സ്ഥലമുണ്ട് എന്നൊക്കെ അഭിമാനത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഏക്കറും ഇല്ല, സ്ഥലവും ഇല്ല. മനുഷ്യൻ്റെ അളവുകൾ, മനുഷ്യൻ്റെ ചിന്തകൾ, അവൻ്റെ സ്വത്തിൻ്റെ ബോധം, അതൊക്കെ വളരെ നിസ്സാരമാണ്. എത്ര ഏക്കർ സ്ഥലമുണ്ടെങ്കിലും അതൊക്കെ ഒലിച്ചു പോകാവുന്നതേ ഉള്ളൂ 24 മണിക്കൂർ കൊണ്ട് എന്ന് നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മരിച്ചവർ, അവരുടെ വേർപാടിൽ നമുക്ക് ദുഃഖിക്കാം. ഒരുപാട് കുട്ടികൾക്ക് രക്ഷാകർത്താക്കളില്ലാതായിട്ടുണ്ട്, അവരെ സംരക്ഷിക്കണം. വിധവകളായവർ, ഉറ്റവർ നഷ്ടപ്പെട്ട ആളുകൾ, സ്ത്രീ പുരുഷന്മാർ എന്ന വ്യത്യാസമില്ലാതെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകൾ. പക്ഷെ അവരെയെല്ലാം താങ്ങുന്നതിന് നമ്മുടെ സമൂഹത്തിന് കരുത്തും ശക്തിയുമുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു. പള്ളിയെന്നോ മസ്ജിദെന്നോ അമ്പലമെന്നോ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നത് ആഹ്ലാദകരമാണ്. ഇനിയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഒരു നിമിഷം മൗനം ആചരിക്കാം. വയനാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മളെല്ലാവരും അറിയുന്നു. 200-ലേക്കാണ്, 200-ഉം കഴിഞ്ഞു ഒരു മരണസംഖ്യ നീങ്ങിയത്. പക്ഷെ അത് അവിടെ ഒന്നും നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നില്ല. ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് വയനാട്ടിൽ നിന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ നിന്ന് പോത്തുകല്ലടക്കമുള്ള ഈ മുണ്ടേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ, ജലാശയങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വല്ലാത്തൊരു
അവസ്ഥയാണ്. നമുക്കിവിടെ ഈ ദുരന്തത്തിനിരയായ ആളുകളെ ആശ്വസിപ്പിക്കാനുള്ള ശേഷിയുമില്ല, അതിന് പ്രാപ്തമായ വാക്കുകളും നമുക്കില്ല. നമുക്ക് സാധ്യമാവുന്ന അളവിൽ ഈ ഒരു പ്രാർത്ഥന, അതല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കൽ, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ, കക്ഷിരാഷ്ട്രീയ ചിന്തകളില്ലാതെ, സംഘടനാ ഭേദങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരുമിച്ച് കൊണ്ട് നമുക്ക് ഇതിനൊക്കെ അതിജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പരിശ്രമം. പക്ഷേ CP ജോൺ സാറ് പറഞ്ഞതുപോലെ നമ്മൾ മാറേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ഇടപെടലുകൾ, അത് ആ പോയ കാലത്തുള്ള ആ ഒരു രീതിയിൽ തന്നെ പോവുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രകൃതി, അതല്ലെങ്കിൽ ഈ പരിസ്ഥിതി, നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാട് എന്ന് പറയുന്നത് നമുക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല, അത് തലമുറകൾക്ക് ജീവിക്കാനുള്ളതാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി പ്രകൃതി വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ജാഗ്രത കൂടി നമുക്ക് വേണം എന്ന് ഈ ഒരു ദുരന്തം, ഇത് ആദ്യത്തെ ദുരന്തമല്ല, പക്ഷേ ഇത് അവസാനത്തെ ദുരന്തമാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഏതായാലും എല്ലാവരും കക്ഷിരാഷ്ട്രീയം, അതുപോലെ തന്നെ ജാതിമത ചിന്തകൾ, ഇതിനൊക്കെ അതീതമായിട്ട് എല്ലാവരും, സംഘടനാ ഭേദങ്ങൾ, ഇതിനൊക്കെ അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ആളുകൾ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ തന്നെ പാപ്പയും മോനും, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ഇവരൊക്കെ പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ചിലപ്പോൾ കുടുംബങ്ങളിൽ വരാറുണ്ട്. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നത് ഇവരെല്ലാം ഒരുമിച്ചാണ്. അതുകൊണ്ട് പിണങ്ങി നിൽക്കാനുള്ള, തെറ്റി നിൽക്കാനുള്ള, അകന്നു നിൽക്കാനുള്ള ഒരു കാലമോ ഒരായുസ്സോ ഒന്നും ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് ഈ ദുരന്തം. നമുക്ക് എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിൽ അത് നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് സൗഹൃദത്തോടെ, സ്നേഹത്തോടു കൂടി ജീവിക്കാനുള്ള ഒരായുഷ്കാലം മാത്രമേ മനുഷ്യനിവിടെയുള്ളൂ. അതുകൊണ്ട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമായിട്ട് മുന്നോട്ട് പോവുക എന്ന ആ ഒരു മുന്നറിയിപ്പ് ഉൾക്കൊള്ളാൻ ഈശ്വരൻ നമ്മെ തുണക്കുമാറാവട്ടെ. വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കേരളം വളരെ സുന്ദരമായ ഒരു ചെറിയ സംസ്ഥാനമാണ്. പുഴകളും മലകളും പച്ചപ്പും കൊണ്ട് വിദേശികളെപ്പോലും ആകർഷിക്കുന്ന മനോഹരമായ ഒരു ചെറിയ ഭൂപ്രദേശം. പക്ഷേ അതിൻ്റെ ഘടനയ്ക്ക് മാറ്റം വരുത്തുന്ന വിധത്തിൽ, അതിൻ്റെ സൗന്ദര്യത്തിന് മാറ്റം വരുത്തുന്ന വിധത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ മലമുകളിൽ നടത്തിയതുകൊണ്ടാണ് ഇന്ന് ഈ ദുരന്തമുണ്ടായത്. നമ്മുടെ 15 മുതൽ 22 വരെയുള്ള 7 വർഷങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആകപ്പാടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ ദുരന്തം 3382 ആണെങ്കിൽ ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ അത് 2232 ഏകദേശം 57.9% നാഷണൽ ശരാശരി. അപ്പോൾ ഇത്രയും ഒരു ചെറിയ പ്രദേശത്തെ എന്തുമാത്രം നോവിച്ചിട്ടുണ്ട്, പ്രകൃതിയെ എന്തുമാത്രം നോവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തമാണത്. പ്രകൃതിയെ നോവിക്കുമ്പോൾ അത് തിരിച്ചു നോവിക്കുന്നു, അത് തിരിച്ചു ചെയ്യുമ്പോൾ അതൊരു സംഹാര താണ്ഡവമാടുന്നു. ഒരുപക്ഷെ ഇതിന് കാരണക്കാരായവരെല്ലാം മണിമാളികകളിലും, അതുപോലെ നമ്മൾ ഓരോരുത്തരും കാരണക്കാരാണ്. എന്നാലും സുരക്ഷിതമായിട്ട് കഴിയുമ്പോൾ ഇതിലൊന്നും ഭാഗവെക്കാതെ, ഇതിലൊരു ദുഷ്പ്രവൃത്തിയും ചെയ്യാതെ നിസ്സഹരായ, നിഷ്കളങ്കരായ മനുഷ്യരാണ് ഇതിന് ഇരയായി എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരവസ്ഥ. കാരണം സ്വപ്നം കണ്ടുറങ്ങുമ്പോൾ തന്നെയാണ് ചെളിയും മണ്ണും അവരുടെ ദേഹത്ത് പതിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ, ഉറ്റവരെ കാണാതെ, ഉടയവരെ കാണാതെ ഇപ്പോഴും ശരീരം ചിന്നിച്ചിതറി മണ്ണിനടിയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ. അവരിതിലൊരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷേ അവരാണ് ഇതിൻ്റെ ഇരകളാകേണ്ടി വന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും മഹക്കണ്ണ് തുറപ്പിക്കേണ്ട ഒരു സംഭവമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. നമ്മൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഞങ്ങളെല്ലാം സുരക്ഷിതരാണെന്ന്. ഇതെത്രയോ കിലോമീറ്ററാണ് ആ മുണ്ടക്കയിൽ നിന്നുള്ള ഇത് ചൂരൽ ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത്. എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ചാണ്. അപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ സുരക്ഷിതമായിട്ട് പാർക്കാമെന്നുള്ളവർക്ക് കൂടി ഇതിൻ്റെ ആദ്യത്തെ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഒരു 2 നിലയുടെ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ട് നിന്ന ഒരു കുടുംബമുണ്ട്. രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഒലിച്ചുപോയി. അപ്പോൾ നമ്മൾ ഉയരങ്ങളിൽ സുരക്ഷിതരാണ്, അല്ലെങ്കിൽ നഗരങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് നമ്മൾ വ്യാമോഹിക്കുകയാണ്. ഒരിക്കലുമല്ല, ഇന്നും എവിടെയും ഉണ്ടാകാം. അപ്പോൾ ഇതുപോലൊരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഓരോ മനുഷ്യരും ഇതുപോലെയുള്ള ഈ അനുശോചന, ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ പ്രതിജ്ഞയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേര് മരിച്ചു. ഏകദേശം 300 ബോഡികൾ എടുത്തു. പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോഴും മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ്. ഇതിലൊരു ദൃഷ്ടാന്തം മലയാളിയെ സംബന്ധിച്ച് നമുക്ക് ഉയർത്തിക്കാട്ടാനുള്ളത്, ഇതുപോലൊരു ദുരന്തം ഇതിനു മുമ്പേ സംഭവിച്ചുള്ളപ്പോഴും
ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ മനുഷ്യരും മനുഷ്യത്വം കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങളുണ്ടായപ്പോൾ അവിടെ ആരും രാഷ്ട്രീയം പറഞ്ഞ് മാറി നിന്നിട്ടില്ല. ഞാൻ പ്രതിപക്ഷമാണ് ഭരണപക്ഷമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന ജാതി ഇന്ന മതമാണെന്ന് പറഞ്ഞ് മാറി നിന്നിട്ടില്ല. മലയാളി ഒന്നിച്ച് കൈപിടിച്ചു. ആ ഒരു ഔന്നത്യം മലയാളിക്കുണ്ട്. കാണിക്കുന്ന ആ ദുരന്തങ്ങളിൽ നമ്മൾ കാണിക്കുന്ന അത് തുടർന്നും കാണിച്ചാൽ മാത്രമേ, നമ്മളിപ്പോൾ ഈ മരിച്ചവരെക്കുറിച്ച് പറഞ്ഞു, മരിച്ചവരുടെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോഴും മരിച്ചു ജീവിക്കുന്നവർ ഇതുപോലെയുള്ള മലയടിവാരങ്ങളിൽ, താഴ്വാരങ്ങളിൽ ഏത് നിമിഷവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഭയത്തോടുകൂടി മാത്രം കിടക്കേണ്ടവർ, എപ്പോഴാണ് ഒരു ഉരുൾപൊട്ടൽ നമ്മുടെ ദേഹത്തേക്ക് വരുന്നുവോ എന്ന് ശങ്കിച്ച് ഭയപ്പെട്ട് ഉറങ്ങാതെ, ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യന് ഉറക്കം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ആ ഉറക്കം നഷ്ടപ്പെടുത്തി കഴിയുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇന്നും ഈ മലയുടെ താഴ്വാരത്തിലുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ ഈ CMB സഖാവിനോട് പറയാനുള്ളത്, സഖാവിൻ്റെയൊക്കെ ശബ്ദം സമൂഹം കേൾക്കുന്നതാണ്. ഈ സമൂഹത്തിൽ അവരുടെ സുരക്ഷിതത്വത്തിനും ഇനിയൊരു ഡിസാസ്റ്റർ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി, അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ശബ്ദമുയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മൺമറഞ്ഞ സഹോദരങ്ങളുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരുപടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. CMB ജനറൽ സെക്രട്ടറി CP ജോൺ, പാളയം ഇമാം ഷുഹൈബ് മൗലവി, പ്രശസ്ത ചരിത്രകാരൻ MG ശശിഭൂഷൺ, കാർട്ടൂണിസ്റ്റ് A സതീഷ്, CMB സംസ്ഥാന സെക്രട്ടറി MP സാജു, CMB ജില്ലാ സെക്രട്ടറി MR മനോജ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു.